പ്രിയപ്പെട്ടവരെ, അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് അയിരുകളും ധാതുക്കളും എന്ന സിലബസിലെ അടുത്ത ടോപ്പിക്ക് അയിരുകളും ധാതുക്കളും. ഓക്കെ, ഇതിനകത്ത് നോക്കിയാൽ അറിയാം അയിരുകളും ധാതുക്കളും, അതായത് ഫിസിക്കൽ സയൻസിൽ അത് അയിരുകളും ധാതുക്കളും എന്ന ഭാഗം പറഞ്ഞിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ അത് നോക്കാം. 19ാമത്തെ ക്ലാസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കമ്പനി ബോർഡ് LGS അതുപോലെ വെബ്കോ LDCയുടെ സിലബസ് സെയിം ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് PDF നോട്ട് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ 9496822117 എന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരാം. ഓക്കെ, PDF നോട്ടാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ പോയിന്റ്, പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കാവുന്നതുമായ മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളെയാണ് ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രകൃതിദത്തമായതും ഖനനം ചെയ്തെടുക്കാവുന്നതുമായ മൂലകങ്ങളോ അവയുടെ സംയുക്തങ്ങളെയാണ് എന്തെന്ന് പറയുന്നത് ധാതുക്കൾ അഥവാ മിനറൽസ് എന്ന് പറയുന്നത്. എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായും ഒരു ലോകം വേർതിരിച്ച് എടുക്കാൻ കഴിയുന്ന ധാതുക്കളാണ് അയിരുകൾ അഥവാ ഓർ എന്നറിയപ്പെടുന്നത്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷേ എല്ലാ ധാതുക്കളും എന്തല്ല, അയിരുകളല്ല എന്ന് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഭൂവൽക്കത്തിൽ നിന്ന് ലഭിക്കുന്ന അയിരിൽ അടങ്ങി എളുപ്പം വേർതിരിക്കാൻ കഴിയാത്ത മാലിന്യമാണ് അപദ്രവ്യം അഥവാ ഗ്യാൻ. അപദ്രവ്യം അഥവാ ഗ്യാൻ ഓർത്തു വയ്ക്കുക. വൈദ്യുത വിശേഷണ രീതി ഉപയോഗിച്ച് കോപ്പർ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ അപദ്രവ്യങ്ങൾ ആനോഡിനടിയിലായി അടിഞ്ഞു കിടക്കുന്നത് അറിയപ്പെടുന്നതാണ് ആനോഡ് മഡ്. ആനോഡ് മഡ് ഓർത്തു വയ്ക്കാം. വൈദ്യുത വിശേഷണ രീതി ഉപയോഗിച്ച് കോപ്പർ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ അപദ്രവ്യങ്ങൾ ആനോഡിനടിയിൽ അടിഞ്ഞു കിടക്കുന്ന അറിയപ്പെടുന്നതാണ് ആനോഡ് മഡ്. അപദ്രവ്യത്തെ ഉരുക്കി വേർതിരിക്കാൻ കഴിയുന്ന സ്ലാങ് ആക്കി മാറ്റാൻ കഴിയുന്ന പദാർത്ഥമാണ് ഫ്ലക്സ്. അതായത് ഗാങ് പ്ലസ് ഫ്ലക്സ് എന്തായിട്ട് സ്ലാങ് ആയിട്ട് മാറുന്ന ഓർത്ത്. അടുത്ത ഓരോ അയിരുകൾ നമുക്ക് നോക്കാം. അതായത് മിനറൽസും അതിന്റെ അയിരുകളും. ഓക്കെ, ധാതുക്കളും അതിന്റെ അയിരുകളും നോക്കാം. ആദ്യമായിട്ട് നോക്കേണ്ടത് അലുമിനിയം. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അലുമിനിയത്തിന്റെ അയിര് ഏതെന്ന് ചോദിക്കാറുണ്ട്. ബോക്സൈറ്റും ക്രയോലൈറ്റും. ഓക്കെ, അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്. അടുത്ത യുറേനിയത്തിന്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്, കാർണോസൈറ്റ്. ഓക്കെ, പിച്ച് ബ്ലെൻഡ്, കാർണോടൈറ്റ്. അടുത്ത ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ്, റൂട്ടൈറ്റ്. മെർക്കുറിയുടെ അയിര് സിനബാർ, എല്ലാവർക്കും കിട്ടുന്നതാണ് സിനബാർ. സിങ്കിന്റെ അയിര് കലാമൈൻ, സിങ്ക് ബ്ലെൻഡ്. നിക്കലിന്റെ അയിര് പെൻഡാലാൻഡേറ്റ്. അടുത്ത തോറിയത്തിന്റെ അയിര് മോണോസൈറ്റ്. മോണോസൈറ്റ് കേരളത്തിൽ കാണുന്നതാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സോഡിയത്തിന്റെ അയിര് കല്ലുപ്പ് അഥവാ റോക്ക് സാൾട്ട്. ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്. ഓർത്തു വയ്ക്കുക, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇരുമ്പിൻ്റെത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്, സിഡറൈറ്റ്. അടുത്ത ലെഡ് അഥവാ കർത്തീയം, ഗലീനിയാണ്. ചെമ്പിന്റെ അയിര് മാലക്കേറ്റ്, ചാൽക്കോ പൈറൈറ്റ്, കൊപ്രൈറ്റ്, ചാൽക്കോസൈറ്റ്. അടുത്ത് മഗ്നീഷ്യത്തിന്റെ അയിര് മാഗസൈറ്റ്, ഡോളമൈറ്റ്. ടിന്നിൻ്റെ വെളുത്തീയം, കാസിറ്റേറ്റ് ആണ് അയിര്. അടുത്ത് കാൽസ്യത്തിന്റെ അയിരാണ് ഡോളമൈറ്റ്, ചുണ്ണാമ്പ് കല്ല് അഥവാ ലൈംസ്റ്റോൺ, ജിപ്സം. അടുത്ത ആന്റിമണിയുടെ അയിരാണ് സ്റ്റിപ്പ് നൈറ്റ്. ഓർത്തേക്ക, സ്റ്റിപ്പ് നൈറ്റ്. ലിഥിയത്തിന്റെ അയിര് പെറ്റാലൈറ്റ്, ലെപ്പിഡോലൈറ്റ്. അടുത്ത പൊട്ടാസ്യത്തിന്റെ അയിരാണ് കർണാലൈറ്റ്. അത് ബേരിയത്തിന്റെ അയിര് ബെറൈറ്റ്. പ്ലാറ്റിനത്തിന്റെ അയിര് സ്പെറിലൈറ്റ്. സിൽവറിന്റെ അയിര് അർജന്റൈറ്റ്. വനേഡിയത്തിന്റെ അയിര് പാട്രോണൈറ്റ്. ക്രോമിയത്തിന്റെ അയിര് ക്രോമൈറ്റ്. ഓർത്തു വയ്ക്കാം. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമല്ലെങ്കിലും ഇതിനകത്ത് പ്രധാനപ്പെട്ട 2-3 ഉണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. പക്ഷെ ഇനി വരുന്ന എക്സാമുകൾക്ക് ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതായത് ചേരുംപടി രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. കൃത്യമായിട്ട് ഓർത്തു വെച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തത്, ലോകത്തിന്റെ അതിന്റെ അയിരിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയവും സാങ്കേതികവുമായ പ്രക്രിയയാണ് ലോക നിഷ്കർഷം എന്ന് പറയുന്നത്. ഏതാണ് ലോക നിഷ്കർഷം? എന്നോട് പറയാം. ലോകത്തെ അതിന്റെ അയിരിൽ നിന്ന് വേർതിരിച്ച് എടുക്കാൻ ഉപയോഗിക്കുന്ന ശാസ്ത്രീയവും സാങ്കേതികവുമായ പ്രക്രിയയാണ് ലോക നിഷ്കർഷം. അടുത്ത, ഒരു അയിരിൽ നിന്ന് ശുദ്ധലോകം വേർതിരിച്ചെടുക്കുന്നതിന് വരെയുള്ള മുഴുവൻ പ്രക്രിയയും ചേർന്നതാണ് ലോക നിഷ്കർഷം അഥവാ മെറ്റലർജി എന്നറിയപ്പെടുന്നത്. അയിരിൽ നിന്ന് അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അല്ലെങ്കിൽ സാന്ദ്രണം അല്ലെങ്കിൽ ഡ്രസ്സിംഗ് അല്ലെങ്കിൽ ബെനിഫാക്ഷൻ എന്നറിയപ്പെടുന്നത്. എന്താണ്? കോൺസെൻട്രേഷൻ, ഡ്രസ്സിംഗ്, ബെനിഫാക്ഷൻ. അടുത്തത്,
അയിരിനോ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? സാന്ദ്രണം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം. അപ്പോൾ അത് അറിയാം, നിങ്ങൾ മാഗ്നറ്റിക് ഫീച്ചർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാഗ്നറ്റ് യൂസ് ചെയ്ത് എന്ത് ചെയ്യുക? അതിനകത്തുനിന്ന് അതിൻ്റെ ഓറിനെ വേർതിരിച്ചെടുക്കുക. അപ്പോൾ അതിനു വേണ്ടിയാണ് അതിൻ്റെ അപദ്രവ്യത്തിനോ ഏതെങ്കിലും ഒന്നിന് എന്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ, കാന്തിക സ്വഭാവം ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന മാർഗമാണ് കാന്തിക വിഭജനം, മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയും. അടുത്ത മാഗ്നറ്റിക് എന്ന മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പിന്റെ അയിരിനെ സാന്ദ്രണം ചെയ്യുന്ന ഉപയോഗിക്കുന്ന മാർഗം എന്ന് വെച്ചാൽ ഏതാണ്? കാന്തിക വിഭജനം, മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്. അത് അപദ്രവ്യവും സാന്ദ്രത കൂടിയ അയിര് സാന്ദ്രത കുറഞ്ഞതാകുമ്പോൾ ഉപയോഗിക്കുന്ന പ്രക്രിയയാണ് പ്ലവന പ്രക്രിയ, ഫ്ലോട്ടേഷൻ. ഓക്കെ. അടുത്ത അലുമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ചെയ്യുന്ന രീതിയാണ് ലീച്ചിങ്. ഓർത്തുവയ്ക്കുക, ലീച്ചിങ്. ക്ലിയർ? അടുത്ത് വായുവിന്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. അടുത്ത് ലോക കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിപ്പിച്ച് ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. വായുവിന്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ റോസ്റ്റിംഗ് എന്ന് പറയും. ഓക്കെ. അടുത്ത് ശ്രദ്ധിക്കുക, ഓക്സൈഡാക്കി അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. അടുത്ത് ലോഹങ്ങളുടെ ക്രിയാശീലത്തിന് അടിസ്ഥാനമായി ലോഹ നിർമ്മാണ വേളയിൽ നിരോക്സിയായി ഉപയോഗിക്കുന്നതാണ് വൈദ്യുതി. ഓർത്തു വയ്ക്കുക, ലോഹങ്ങളുടെ ക്രിയാശീലത്തിന് അടിസ്ഥാനത്തിൽ ലോഹ നിർമ്മാണ വേളയിൽ നിരോക്സികാരിയായി ഉപയോഗിക്കുന്നതാണ് വൈദ്യുതി. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണ് വൈദ്യുതി എന്ന് കൂടി ഓർത്തു വയ്ക്കുക. ഓക്കെ. അടുത്ത് ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന നിരോക്സികാരിയാണ് കാർബൺ മോണോക്സൈഡ്. നിരോക്സീകരണം വഴി ലഭിക്കുന്ന ലോഹങ്ങളിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളായ ലോഹങ്ങളും ലോഹ ഓക്സൈഡുകളും അലോഹങ്ങളും നീക്കം ചെയ്ത് ശുദ്ധലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം. കുറഞ്ഞ തിളനിലയുള്ള ലോഹങ്ങളായ സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയാണ് സ്വേദനം അഥവാ ഡിസ്റ്റിലേഷൻ. അടുത്ത ടിന്ന്, ലെഡ് എന്നീ ലോഹങ്ങൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ ഉരുക്കി വേർതിരിക്കൽ, അത് ലിക്വേഷൻ. ടിന്ന്, ലെഡ് ഓർത്തിരിക്കുക. അടുത്ത് വായുവിന്റെ സാന്നിധ്യത്തിൽ അതിന്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയ റോസ്റ്റിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റോസ്റ്റിംഗ്. അടുത്ത കണ്ണാടിയിൽ പുറകുവശത്ത് പുരട്ടുന്ന സംയുക്തമാണ് ടിൻ അമാൽഗം എന്നുകൂടി ഓർത്തിരിക്കും. ഓക്കെ. പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി പോയിന്റുകൾ നമുക്ക് PDF നോട്ടിനകത്ത് ഉൾപ്പെടുത്താം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.